അടുത്തിടെ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരിട്ട അപ്രതീക്ഷിത തിരിച്ചടി മുന്നണിക്ക് അകത്തും പുറത്തും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഭരണ തുടർച്ചയുടെ ആത്മവിശ്വാസത്തിൽ മുന്നോട്ടു പോയ LDFന് ഈ ഫലം നൽകിയ ആഘാതം ചെറുതല്ല. ഈ പരാജയത്തിൽ പ്രതികരിച്ചുകൊണ്ട് മുൻ മന്ത്രിയും CPI നേതാവുമായ MM മണി നടത്തിയ പ്രസ്താവന ഇപ്പോൾ വലിയ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ പൊതുജനങ്ങളെയും വോട്ടർമാരെയും അപമാനിക്കുന്ന തരത്തിലായിപ്പോയെന്ന വിമർശനം ശക്തമാണ്. തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് MM മണി ഈ രൂക്ഷമായ പരാമർശം നടത്തിയത്. സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളും വികസന നേട്ടങ്ങളും ആസ്വദിച്ച ജനങ്ങൾ നന്ദിയില്ലാതെ മുന്നണിക്കെതിരെ വോട്ട് ചെയ്തു എന്നാണ് അദ്ദേഹം വിമർശിച്ചത്. സർക്കാരിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി ശാപ്പാട് കഴിച്ചു, എന്നിട്ട് ഏതോ വികാരത്തിന് വോട്ട് ചെയ്തു, നന്ദികേട് കാണിച്ചു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള പ്രതികരണം. ഈ വാക്കുകൾ LDFന്റെ തോൽവിയെക്കുറിച്ചുള്ള ആഴത്തുള്ള നിരാശയും ഒപ്പം ജനങ്ങളോടുള്ള അതൃപ്തിയും വ്യക്തമാക്കുന്നതായിരുന്നു. തൊട്ടു പിന്നാലെ ഭരണപക്ഷം സംസ്ഥാനത്ത് നടപ്പാക്കിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ അദ്ദേഹം ഊന്നി പറഞ്ഞു. റോഡ്, പാലം, വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ നടക്കാത്ത വികസനങ്ങളാണ് നടന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 5 വർഷത്തിനിടെ സർക്കാർ നടപ്പാക്കിയ വികസന സംരംഭങ്ങളുടെയും സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെയും ഗുണഭോക്താക്കളാണ് വോട്ടർമാർ. എന്നാൽ ഇതെല്ലാം അനുഭവിച്ചറിഞ്ഞ ശേഷം അവർ മുന്നണിക്കെതിരെ വോട്ട് ചെയ്തതിനെ അദ്ദേഹം ശക്തമായി വിമർശിച്ചു. ജനങ്ങളുടെ ഈ തിരഞ്ഞെടുപ്പ് നിലപാടിനെ അദ്ദേഹം നന്നായി ശാപ്പാട് കഴിച്ചിട്ട് ഞങ്ങൾക്കിട്ട് വെച്ചു എന്നും നേരെ എതിരെ വോട്ട് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് പരിഹസിച്ചു. ഈ പ്രതികരണത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചുകൊണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്ത വാക്കുകളാണ് ഏറ്റവും വിവാദമായത്. ഒരു മര്യാദ കാണിച്ചുകൂടെ, ജനങ്ങൾ പിറപ്പുകേട് കാണിച്ചു. ഈ പ്രയോഗം ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുത്ത വോട്ടർമാരെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്ന വിമർശനം ഉയർന്നു കഴിഞ്ഞു. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരണകൂടം നടപ്പാക്കുന്ന ക്ഷേമ പദ്ധതികൾ പൗരന്മാരുടെ അവകാശമാണ്, സർക്കാരിന്റെ ഔദാര്യമല്ല ക്ഷേമ പെൻഷനുകൾ. ഈ പശ്ചാത്തലത്തിൽ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ സർക്കാരിന് തിരികെ വോട്ട് ചെയ്യാനുള്ള കടപ്പാടുണ്ടെന്ന് MM മണി സൂചിപ്പിച്ചത് രാഷ്ട്രീയ ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നതായി വിലയിരുത്തപ്പെടുന്നു. ഒരു ഭരണകൂടത്തിന്റെ നേട്ടങ്ങൾ പോലും തിരഞ്ഞെടുപ്പ് സമയത്തെ ജനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അന്തിമ വിധി. വികസന നേട്ടങ്ങൾ ഉണ്ടായിരുന്നിട്ടും വോട്ടർമാർ മുന്നണിയെ കൈവിട്ടെങ്കിൽ അത് വികസന പദ്ധതികൾക്കപ്പുറമുള്ള മറ്റ് സാമൂഹിക രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടാകാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് LDFന്റെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ പോലും ചോർച്ച സംഭവിച്ചു എന്നാണ്. സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് മൊത്തത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നോ, അതോ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഉയർന്നു വന്ന വിവാദങ്ങൾ തിരിച്ചടിയായോ എന്ന ആഴത്തിലുള്ള വിശകലനവും ആവശ്യമാണ്. ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചതും പൊതുരംഗത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രചാരണങ്ങളും LDFന് വലിയ പ്രചാരണ ആയുധങ്ങളായിരുന്നു. എന്നിട്ടും പരാജയം ഉണ്ടായപ്പോൾ അതിന്റെ കാരണം ജനങ്ങളുടെ നന്ദികേടാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നത് യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാതിരിക്കുന്നതിന് തുല്യമാകും. MM മണിയെ പോലെ ജനകീയ അടിത്തറയുള്ള ഒരു നേതാവിൽ നിന്ന് ഇത്തരം ഒരു പ്രതികരണം വന്നത് CPI നേതൃത്വത്തെ പോലും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസ്താവന LDFന്റെ തിരഞ്ഞെടുപ്പ് അവലോകനങ്ങളെയും ഭാവി തന്ത്രങ്ങളെയും പ്രതികൂലമായി ബാധിക്കാനും സാധ്യതയുണ്ട്. തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ ജനങ്ങളെ കുറ്റപ്പെടുത്തുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഭൂഷണമായ കാര്യമല്ല. വോട്ടർമാർക്ക് ഏത് മുന്നണിക്കും വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നന്ദികേട് എന്ന് വിളിക്കുന്നത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി LDF ഈ തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ വളരെ ഗൗരവമായി കാണേണ്ടതുണ്ട്. ഭരണ തുടർച്ചയുടെ ആത്മവിശ്വാസത്തിൽ സംഭവിച്ച വീഴ്ചകൾ എന്തൊക്കെയായിരുന്നു എന്ന് വസ്തുനിഷ്ഠമായി വിലയിരുത്തേണ്ടതും അനിവാര്യമാണ്. ശബരിമല വിഷയം മുതൽ പ്രാദേശിക വിഷയങ്ങൾ വരെയുള്ള കാര്യങ്ങളിൽ സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ എങ്ങനെ ജനവിധിയിൽ പ്രതിഫലിച്ചു എന്നും പരിശോധിക്കാം. ഇതിനു പകരം വോട്ടർമാർക്ക് പിറപ്പുകേടുണ്ടെന്ന് പറയുന്ന സമീപനം മുന്നണിയും ജനങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ കൂടുതൽ അകൽച്ച ഉണ്ടാക്കാനേ ഉപകരിക്കൂ. അതേസമയം UDFും LDFും ഈ വിഷയത്തിൽ MM മണിയുടെ പ്രസ്താവനയെ ശക്തമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ജനങ്ങളെ അപമാനിക്കുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ LDF നേതൃത്വത്തിന്റെ മനോഭാവമാണ് വെളിപ്പെടുത്തുന്നതെന്നും വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുന്ന സമീപനമാണ് ഇതെന്നും പ്രതിപക്ഷ നേതാക്കൾ ആരോപിച്ചു. വോട്ടർമാർ തങ്ങൾക്ക് അനുകൂലമായി വിധി എഴുതിയില്ലെങ്കിൽ അവരെ അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നത് ജനാധിപത്യത്തോടുള്ള അനാദരവാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് വ്യക്തമായ മേൽക്കൈ നേടാനും NDAക്ക് അഭൂതപൂർവമായ മുന്നേറ്റം ഉണ്ടാക്കാനും സാധിച്ചിരുന്നു. ഈ മുന്നേറ്റങ്ങൾ ഒരു ത്രികോണ മത്സര സാധ്യത കേരള രാഷ്ട്രീയത്തിൽ തുറന്നിടുന്നു. ഈ പശ്ചാത്തലത്തിൽ LDFന് ആഴത്തിലുള്ള ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ ചോർന്നു പോയെങ്കിലും മധ്യവർഗത്തിന്റെയും യുവജനങ്ങളുടെയും പിന്തുണ പ്രതീക്ഷിച്ചത്ര ലഭിക്കാത്തതിന്റെ കാരണങ്ങളും വിശകലനം ചെയ്യണം. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു നേതാവിൽ നിന്ന്, പ്രത്യേകിച്ച് മുൻ മന്ത്രിയിൽ നിന്ന് ഇത്തരമൊരു പ്രസ്താവന വരുമ്പോൾ അത് കേവലം ഒരു വ്യക്തിയുടെ അഭിപ്രായമായി കാണാനാകില്ല. അത് ഭരണപക്ഷത്തിന്റെ പൊതുബോധമായി വ്യാഖ്യാനിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്.
അതുകൊണ്ട് തന്നെ എം മണിയുടെ വാക്കുകൾ വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ ചർച്ചകൾക്കും ഏറ്റുമുട്ടലുകൾക്കും വഴിയിടും എന്നതിൽ സംശയമില്ല. ജനവിധി അംഗീകരിക്കാനുള്ള ജനാധിപത്യപരമായ മര്യാദയ്ക്ക് പകരം ജനങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഈ സമീപനം LDFന്റെ തിരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് ആക്കം കൂട്ടിയ മറ്റ് ഘടകങ്ങളെ മുറുകെ പിടിക്കാനുള്ള ശ്രമമായി വിലയിരുത്തപ്പെടാം. ഈ വിവാദപരമായ പരാമർശങ്ങൾ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി LDF നേതൃത്വം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതും ശ്രദ്ധേയമാണ്.